പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രിയമക്കളെ, നാം അറിയേണ്ടതിന് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവത്തിൽ നിന്നുള്ള ആ ദൈവിക ആത്മാവിനെയാണ് നമുക്ക് അപ്പച്ചൻ നൽകി തന്നത്. എന്തറിയേണ്ടതിനാണ് നമുക്ക് നൽകി തന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളവയെ അറിയേണ്ടതിന്. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം അധ്യായത്തിൽ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. പ്രിയമക്കളെ, നോക്കൂ, ആർക്കും ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിലാണ് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങളും ഒരുക്കി തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനത് ദൈവിക ആത്മാവിനാലും വെളിപ്പാടിനാലും ദൈവിക പ്രകാശനത്താലും അത് ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. പലരും ചിന്തിക്കും, ഇത് എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ അവസ്ഥ ഇങ്ങനെയായാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയായിത്തീരും, എൻ്റെ കുടുംബത്തിലെ ആവശ്യങ്ങളൊക്കെ എങ്ങനെ നിറവേറും. പ്രിയ മക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. മറ്റുള്ളവർ നോക്കുമ്പോൾ പല വിധത്തിൽ നിങ്ങളെ കുറ്റം വിധിക്കുവാൻ കാണും, പല പരിഹാസങ്ങൾ പറയുവാൻ കാണും. നോക്കൂ, ഒരു മനുഷ്യനും തോന്നാത്ത വിധത്തിൽ, കേൾക്കാത്ത വിധത്തിൽ, അറിയാത്ത വിധത്തിൽ, ചിന്തിക്കാത്ത വിധത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിലുള്ള വിശ്വാസം നമ്മിൽ വർദ്ധിക്കണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിനുള്ളവർ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവനാർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ക്രിസ്തുവിൻ്റെ ഗിതം അറിയുന്നവരാണ്. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തങ്ങളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കി അവർ ജീവിക്കുന്നു. ദൈവം ഏതിനെല്ലാം പ്രാധാന്യം നൽകുന്നുവോ നാമും അതിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കണം. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുകയും കർത്താവ് വെറുക്കുന്നവയെ നാം വെറുക്കുന്നവരുമായിരിക്കണം. ഇന്നെങ്ങനെയാണ്? കർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യത്തിലാണ് കൂടുതൽ ആൾക്കാരും അത് തന്നെ ഹല്ലേലൂയ അവരുടെ ഇഷ്ടപ്രിയരാക്കുന്നത്. പ്രിയ മക്കളെ, കർത്താപ്പച്ചന് ഇഷ്ടപ്പെടാത്തത് നാമും ഇഷ്ടപ്പെടരുത്. ഇന്ന് പലതിൻ്റെയും പിറകെ ഓടുകയാണ്. ദ്രവ്യാഗ്രഹം വിട്ടോടണം. ഇന്നെന്താ? പണം വേണം. ഏതു വിധേനയും എങ്ങനെയും ഉണ്ടാക്കുവാൻ വേണ്ടി, ഏത് വിധത്തിലും പണം ഉണ്ടാക്കുവാൻ വേണ്ടി ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ഇവിടെ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനും തോന്നാത്ത വിധത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ. ഇന്ന് ദൈവിക പ്രകാശനത്തിൽ നിന്ന്, ആ ദൈവിക വിളിയിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ ഇന്നലത്തെ ആ തിന്മയുടെ സ്വാധീനം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതായിട്ട് കാണുന്നുണ്ട്. ഫറവോന്റെ കയ്യിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്നവർ യഹോവയെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. അഗരൂൻ തൻ്റെ ജനത്തെ സന്തോഷിപ്പിക്കേണ്ടതിന് ദൈവത്തെ അല്പനേരത്തേക്ക് മറന്നു. പ്രിയ മക്കളെ, ദൈവഹിതമില്ലാത്തതിന് വഴിയൊരുക്കി കൊടുക്കുന്നത്, ഹല്ലേലൂയ, ദൈവിക കൽപ്പന ലംഘിക്കുന്നതെല്ലാം കർത്താവിന് ഇഷ്ടമില്ല. പ്രിയ മക്കളെ, ഇവിടെ നമ്മൾ 32-ാം അധ്യായം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക.
ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇതു നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. അഹരോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്കൊരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. പ്രിയ മക്കളെ, അഹരോൻ പോലും അല്പനേരത്തേക്ക് ദൈവത്തെയും മോശയും തൻ്റെ സഹോദരൻ മോശയും മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ഇന്നും നടക്കുന്ന ഇത് തന്നെയാണ് പ്രിയ മക്കളെ. നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകരുത്. ഹല്ലേലൂയ. നോക്കൂ, ഇന്നത്തെ പ്രലോഭനങ്ങൾ ഓരോന്നും ദൈവത്തിൽ നിന്നും മനുഷ്യരെ അകറ്റിക്കളയുന്നുണ്ട്. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 ശമൂവേൽ 8:4 മുതലുള്ള വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശമൂവേലിന്റെ ഹല്ലേലൂയ മക്കൾ ദൈവത്തെ അറിയാത്തവരായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ നോക്കൂ ദൈവത്തിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ജനങ്ങളുടെ വഴികളിൽ അവരെ ആശ്രയിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേൽ 8:4 മുതലുള്ള വാക്യം ഞാൻ വായിക്കുന്നു. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്നു അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളിച്ചത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വേണം എന്നെയാകുന്നു ത്യജിച്ചു കളഞ്ഞിരിക്കുന്നത്. പ്രിയ മക്കളെ, ദൈവത്തെ മറന്ന് നാം ഒന്നും ചെയ്യുവാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് എന്താ? നാളെയെ കുറിച്ചുള്ള ചിന്തയാണ് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നുണ്ട്. ഹല്ലേലൂയ. അതായത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 11:22 വാക്യത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവനിലും ബലവാനായവൻ വന്നവനെ ജയിച്ചു. ഹല്ലേലൂയ. പലരും ഇതാണ്, നമ്മുടെ ദൈവത്തെ കാട്ടിലും കൂടിയ ആൾക്കാര് ഇനി വന്നെങ്കിൽ എങ്ങനെയാണ്. ഹല്ലേലൂയ. അതിന്റെ 14 വാക്യത്തിൽ ലൂക്കോസ് സുവിശേഷം 11:14 പറയുന്നുണ്ട്, ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ, ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാകുന്നു അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് 20 വാക്യത്തിൽ, എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന അവനെ ജയിച്ചുവെങ്കിലോ അവൻ ആശ്രയിച്ചിരിക്കുന്ന സർവായുധവർഗം പിടിച്ചു പറിച്ച് അവന്റെ കൊള്ള പകുതി ചെയ്യുന്നു. പ്രിയ മക്കളെ, പലർക്കും ഇതാണ്, എന്നിലും ബലവാനായവൻ ആരാണുള്ളത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവിലും ബലവാനായവൻ ആരുമില്ല. നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ദൈവിക പ്രകാശനത്തിൽ നിന്ന് നമ്മെ തെറ്റിച്ചു കളയുന്ന എല്ലാ ചിന്തകളും നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് നാം ഇന്നുള്ള ഹല്ലേലൂയ ദൈവത്തിലുള്ള ആശ്രയത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും വ്യതിചലിക്കാതെ കർത്താവിൽ ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ, മറ്റുള്ളവർക്ക് തോന്നാത്ത വിധത്തില് ദൈവിക സന്തോഷം, ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാനും മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുവാനും മാതൃകയാക്കുവാനും കഴിയും. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള
ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിൽ നിന്നുള്ള ദൈവിക ആത്മാവ് പ്രകാരം ആത്മാവിന്റെ ആ ചിന്തയിലൂടെ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. അപ്പാ, ഇന്നത്തെ വചനം ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചിന്തനങ്ങളെ മാറ്റിമറിക്കുന്നതായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെ ദൈവിക കൃപയിൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ ഓരോ മക്കളെ സഹായിക്കണം. എൻ്റെ അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.